രാഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു സംഗീതാസ്വാദകർ എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനെ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കേണ്ട ഒരു തെറ്റായ ധാരണയാണ്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, എനിക്ക് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു ജോലിയായിരുന്നു. കാരണം അതിൻ്റെ റിസർച്ച്, എൻ്റെ ഗവേഷണ വിഷയം തന്നെ റിലവൻസ് ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കൂൾസ് ഓഫ് കേരള എന്നായിരുന്നു. കേരളത്തിലെ സ്കൂളുകളിലെ സംഗീത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. പൊതുവെ കുട്ടികൾ കലാരംഗത്തേക്ക് വരുന്നത് എന്തോ ഒരു അതുകൊണ്ടൊരു ഭാവിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ട്, തൊഴിലിനെ പറ്റിയോ അല്ലെ ആ മേഖലയെ പറ്റിയോ അന്ന് കൂടുതൽ അവയർനെസ് സമൂഹത്തിൽ ഇല്ലായിരുന്നു ശരിക്കും പറയാം. നമസ്കാരം, ഇൻഫോ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സംഗീത ലോകത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളർന്നു വരുന്ന പുതിയ സംഗീത വിദ്യാർത്ഥികൾക്ക് ഒരു സിലബസ് കൊണ്ടുവന്ന് ആ സിലബസിലൂടെ പുതിയ വാതായനങ്ങൾ തുറക്കുന്ന തരത്തിലേക്ക് സംഗീത ലോകത്തെ കൊണ്ടെത്തിച്ച ഒരു മഹത് വ്യക്തി. SCERTയിലെ റിസർച്ച് വിങ്ങിൻ്റെ മേധാവിയായിരുന്ന, കവിതകൾക്ക് ഒരു പുത്തൻ ആലാപന ശൈലി കൊണ്ടുവന്ന് പ്രേമസംഗീതം എന്ന കവിതാ സമാഹാരം അവതരിപ്പിച്ച ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സാറിനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഈ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്ന, ഇനി സംഗീതം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് തോന്നി തുടങ്ങിയത് ഏത് കാലഘട്ടത്തിൽ? ഞാൻ ഈ സ്കൂൾ ജീവിതം ത്തിലെ എല്ലാ അധ്യാപകരും എനിക്ക് വേണ്ട പ്രോത്സാഹനം തരുന്നുണ്ട്. എല്ലാ ക്ലാസ്സിൽ അന്നത്തെ ECA എന്ന് പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, വെള്ളിയാഴ്ച. അപ്പോൾ ആ എല്ലാ വെള്ളിയാഴ്ചകളിലും പാടുന്ന കുട്ടികൾ പാടുക എന്നുള്ള ആ ഒരു സിസ്റ്റം പ്രൈമറി ക്ലാസ് തൊട്ട് ഇങ്ങോട്ട് ഹൈസ്കൂൾ വരെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന ആ എക്സ്ട്രാ കരിക്കുലറിന് വരുന്ന അധ്യാപകർ നമ്മളെ കൊണ്ട് പാടിക്കുമായിരുന്നു. പാടിക്കുന്നതിൽ അപ്പം എന്നോട് പല അധ്യാപകരും അന്നൊക്കെ ഉപദേശിക്കുമായിരുന്നു, സംഗീത കോളേജ് പോകണം, അതിന് തിരഞ്ഞെടുക്കണം എന്നൊക്കെ. അപ്പം ആ ഒരു ഇത് മനസ്സിലിങ്ങനെ കടന്നു. പക്ഷെ ഞാൻ പന്തളത്ത് പ്രീ ഡിഗ്രിക്ക് എനിക്ക് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കനായിരുന്നു. അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് അങ്ങനെ പോകാൻ താല്പര്യമായിരുന്നു വീട്ടുകാർക്കും. പൊതുവെ കുട്ടികൾ കലാരംഗത്തേക്ക് വരുന്നത് എന്തോ ഒരു അതുകൊണ്ടൊരു ഭാവിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ട്, തൊഴിലിനെ പറ്റിയോ അല്ലെ ആ മേഖലയെ പറ്റിയോ അന്ന് കൂടുതൽ അവയർനെസ് സമൂഹത്തിൽ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അന്നും ഒരു ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി പഠിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിൽ അത്രയും അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് പലരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പന്തളത്ത് ചേർന്നതിന് ശേഷം, അതിനുശേഷമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് സ്വാതികങ്ങൾ കോളേജിലേക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നത്. ഞാനും അതിൻ്റെ ഒരു ഏരിയയാണ്. നമുക്ക് ഒരു സംഗീതം എന്ന് പറയുന്നത് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കഴിവാണ്. അതായത് ദൈവം തരുന്ന വരദാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സംഗീത രംഗത്തേക്ക് ഓരോരുത്തരും വന്ന് കയറുക അല്ലെങ്കിൽ വന്നു ചേരുക അന്നൊരു ഭാഗ്യം കൂടെ വേണം നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇത് ആദ്യം തിരിച്ചറിഞ്ഞ് എന്നിലൊരു കലാകാരനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു പ്രോത്സാഹനം തരാൻ അതിന് പ്രചോദനമായത് ആരെങ്കിലും ഒരു വ്യക്തിയെ പറയാമോ? അതിൽ ഒരുപാട് പേരുണ്ട്. എങ്കിലും എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, നാരായണുള്ള സാർ. അദ്ദേഹം ഈ രാഗങ്ങളൊക്കെ, അദ്ദേഹം സംഗീത അധ്യാപനല്ല, സംഗീതാധ്യാപനേക്കാൾ കൂടുതൽ ഈ രാഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ എന്നെ കാണുന്ന പറഞ്ഞ പറയും, ഇച്ചിരി പന്തുവരാളി പാട്, അല്ലെങ്കിൽ ഹരേറപ്രയ പാട്,
ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ അരപ്രിയ എന്താണെന്നോ എന്ന് കാമ്പോജി എന്തുവന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ഒരു 100 രാഗങ്ങളുടെ പേര് പറയും, ഓരോ ദിവസം ഓരോന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഈ കഥകളി പദങ്ങളും ഒക്കെ ആസ്വദിക്കുന്നതാണ്. അപ്പം അത് ഇങ്ങനെ പറഞ്ഞ് എന്നിൽ രാഗങ്ങൾ തിരയാനുള്ള ഒരു അതായത് ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ആ ഒരു ത്വര നമ്മളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. നമുക്ക് എന്താണ് കാമ്പോജി എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കല്യാണി എന്താണ്, അല്ലെങ്കിൽ നീലാംബരി എന്താണ്, അങ്ങനെയൊക്കെ. അപ്പൊ അന്ന് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഭാഗവത പാരായണം നടക്കുമ്പോൾ അവരെല്ലാം അസൽ നല്ല രാഗത്തിൽ വായിക്കുന്ന ഭാഗവത പാരായണം ചെയ്യുന്ന കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ പാരായണം ചെയ്യുമ്പം അത് ഏത് രാഗമാണെന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അതിനെ അനുകരിക്കുക. അങ്ങനെ ചില പാട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആ രാഗം തിരിച്ചറിയാൻ സംഗീതം പഠിക്കാതെ തന്നെ ധാരാളം രാഗങ്ങൾ, ഇപ്പം നാട്ട, ആനന്ദഭൈരവി, മോഹനം, ഇതുപോലെ നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന സംഗീതം പഠിക്കണ്ട. അത് പിൽക്കാലത്ത് എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഈ സംഗീതം പഠിക്കാതെ തന്നെ രാഗങ്ങളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, രാഗങ്ങൾ ഞാൻ പറഞ്ഞില്ല, അമൂർത്തമായ ഒരു ഭാവത്തിൽ നിന്ന് മൂർത്തമായ ഒരു ഇന്നിലെ കൊണ്ട് എത്തിക്കുകയാണ് നമ്മൾ രാഗങ്ങൾ എന്ന് പറയുന്നത്. രാഗമല്ല, എല്ലാവരുടെയും മനസ്സിലൊരു ഒരു ധാരണയുണ്ട് എന്താണ് രാഗം എന്ന്. അപ്പം നമുക്ക് കാമ്പോജി തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഹരികാമ്പോജി തിരിച്ചറിയണമെങ്കിൽ അതിന് സ്വരസ്ഥാനങ്ങൾ ഉൾക്കൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രാവീണ്യം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ രാഗങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് പൊതുവായിട്ട് അറിയപ്പെടുന്ന ചില രാഗങ്ങളുണ്ട്. പൊതുവായ എല്ലാവർക്കും അറിയപ്പെടുന്ന ചില രാഗങ്ങൾ, കല്യാണി പോലുള്ള രാഗങ്ങൾ, അല്ലെങ്കിൽ ആനന്ദഭൈരവി പോലുള്ള രാഗങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മോഹനം, ഇങ്ങനെയൊക്കെ ഉള്ള രാഗങ്ങൾ നമ്മൾ ശാസ്ത്രീയ സംഗീത പഠനം കൂടാതെ തന്നെ ഒരുമാതിരി സംഗീതജ്ഞാനം ഉള്ളവർക്ക്, സംഗീതജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനം ഉള്ളവർക്ക്, ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ആസ്വാദന ശക്തി, ആസ്വാദന ശേഷി 10 മടങ്ങ് വർദ്ധിക്കും, അനുനിമിഷം വർദ്ധിക്കും. നമ്മൾ ഓരോ രാഗങ്ങൾ ആസ്വദിക്കുന്നു. അപ്പോൾ അത് കേട്ടും വേറൊരു രാഗം നമുക്ക് ആസ്വദിക്കാനുള്ള സിന്ധുഭൈരവി എന്താണ്. അപ്പോൾ ഭാഗവത പാരായണം അതിനൊരു ഉദാഹരണം. ഭാഗവത പാരായണം കേൾക്കുന്ന ഒരാൾക്ക് രാഗങ്ങൾ തിരിച്ചറിഞ്ഞ് ആസ്വദിച്ച് തുടങ്ങിയാൽ അവരെ പിന്നെ അവിടുന്ന് അകറ്റാനൊക്കത്തില്ല. അവരിങ്ങനെ കഥകളി പദങ്ങൾ, കച്ചേരികൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ രാഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു സംഗീതാസ്വാദകർ എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനെ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കേണ്ട ഒരു തെറ്റായ ധാരണയാണ്. ആൾക്കാർ വിചാരിക്കും, പക്ഷെ പോപ്പുലറായിട്ടുള്ള രാഗങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് നിരന്തരം കേട്ടാൽ മതി. അത് നമ്മളിപ്പോൾ ഒരു വൈയക്തികമാണ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ അളവ് കൊല്ലിക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടി നിരന്തരമായ പരിശീലനത്തിലൂടെ രാഗങ്ങൾ തിരിച്ചറിയുന്ന ധാരാളം പേരെ എനിക്കറിയാം. സംഗീതം പഠിക്കാത്തവർ അവർ ഇങ്ങോട്ട് പറയാറുണ്ട്, ഒന്ന് ശുദ്ധ സാവേരി പാടും, ശുദ്ധ സന്യാസി പാടും എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സംഗീതം പഠിച്ചവരെക്കാൾ കൂടുതൽ ആസ്വാദനത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് സംഗീതത്തിലേക്ക് കടന്നു വരാനുള്ള. എൻ്റെ ഒരു സംഗീത അധ്യാപകൻ സദാനന്ദ സാർ. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലളിതഗാനം എഴുതും, അത് പഠിപ്പിക്കും. ക്ലാസ്സിൽ എല്ലാവർക്കും സംഗീത വാസന ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ള ആളിനെ വിളിച്ചിട്ട് ഒരു പാട്ട് പഠിച്ചു നോക്കി. ഇന്നത്തെ ഇതായിരുന്നു അന്നത്തെ രീതി. പക്ഷേ പിൽക്കാലത്ത് ഈ സ്കൂളിൽ നിന്ന് ഈ സംഗീതം, അതുപോലെ തന്നെ ഇത്യാദി കലകൾ, സംഗീതമായ ഇതര കലകളെ പ്രോത്സാഹിപ്പിക്കാതെ പിന്തള്ളുന്ന ഒരു പ്രവണത കണ്ടുവന്നിരുന്നു. ഈ സമയത്തും ഒരു പക്ഷേ സ്കൂൾ തലങ്ങളിൽ സംഗീതാധ്യാപകർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി സാർ എന്താണ്, അതിന് വേണ്ടിയിട്ട് എന്താണ് സാർ ചെയ്യുന്നത്? അത് നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ്. അതായത് നമ്മുടെ ഈ സ്പെഷ്യൽ ടീച്ചേഴ്സിന് പരിശീലനം കൊടുക്കാതിരിക്കുന്നത് നമ്മളുടെ വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഈ ഗവേഷണം നടത്തുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാമ്പിൾ എടുത്തിട്ട് സ്കൂളുകളിൽ സന്ദർശിച്ച് അധ്യാപകരെ ഇന്റർവ്യൂ നടത്തി. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, എന്തിലാണ് ഗവേഷണം നടത്തിയത്? ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കൂൾസ് ഓഫ് കേരള, അങ്ങനെ ഒരു വിഷയം എടുത്ത് PhD ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഗവേഷണത്തിന് എനിക്ക് 2 മാർഗനിർദ്ദേശകരായിരുന്നു, 2 ഗൈഡായിരുന്നു. അപ്പം ഒന്ന് ഡോക്ടർ AK നമ്പ്യാർ, ഫോക്ലോർ അക്കാഡമിയുടെ സെക്രട്ടറിയും ചെയർമാനും ഒക്കെ ആയിരുന്ന ഡോക്ടർ AK നമ്പ്യാർ, അതുപോലെ ഡോക്ടർ K ഓമനക്കുട്ടി ടീച്ചർ. അപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് 2 ഗൈഡിനെ വെച്ച് എനിക്ക് ഗവേഷണം ചെയ്യാൻ
അത് അങ്ങയുടെ ജീവിതത്തിൽ ഇതിനൊരു ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ ഗവേഷണ ഫലം കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. അതുവഴി എനിക്ക് ഇത് ഇതിൻ്റെ ആ ഗവേഷണത്തിലെ ഗവേഷണ ഫലം വെച്ചിട്ട് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താനായിട്ട് ഗവൺമെൻറ് അനുമതി തന്നു. ഞാൻ 2012 ഞാൻ SCERT വരുമ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കലാവിദ്യാഭ്യാസത്തിന് ഒരു കരിക്കുലം, ഒരു പാഠ്യപദ്ധതി യഥാർത്ഥത്തിലില്ലായിരുന്നു. അത് കൊണ്ടുവരാൻ സാധിച്ചു. കാരണം കുട്ടികൾ എന്ത് പഠിക്കണം, 1ാം ക്ലാസ്സിൽ എന്ത് പഠിക്കണം, 2ാം ക്ലാസ്സിൽ എന്ത് പഠിക്കണം, 3ാം ക്ലാസ്സിൽ എന്ത് പഠിക്കണം, പ്രൈമറിയിൽ എന്ത് പഠിക്കണം, അപ്പർ പ്രൈമറിയിൽ എന്ത് പഠിക്കണം, ഹൈസ്കൂളിൽ എന്ത് പഠിക്കണം, ഇങ്ങനെ ഒരു വലിയ മാറ്റം സ്കൂൾ വിദ്യാഭ്യാസത്തിലെ -2 തൊട്ട് +2 വരെ കൊണ്ടുവരാൻ എല്ലാ കരിക്കുലം നമ്മളുണ്ടാക്കി, കൃത്യമായ കരിക്കുലം. അതുകൊണ്ട് ഇങ്ങനെ വലിയ മെച്ചം വരും. അപ്പോൾ കരിക്കുലം ഉണ്ടാക്കാനുള്ള നേതൃത്വം കൊടുക്കാൻ എനിക്ക് അന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വളരെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടുള്ള പല ആളുകളെ ആയിട്ട് ബന്ധപ്പെട്ടു. പിന്നെ കലാരംഗത്ത് തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KJ യേശുദാസ് മുതൽ ഇങ്ങോട്ട് പല ആളുകളും, പെരുമ്പാവൂർ രവീന്ദ്രനാഥ മേനോൻ, K. ഓമന കുട്ടിച്ചർ, അങ്ങനെ പ്രഗത്ഭരായ ആളുകളെ ആ വർക്ക്ഷോപ്പിൽ എനിക്ക് പങ്കെടുപ്പിക്കാൻ പറ്റി. അതിൻ്റെ പേപ്പർ പ്രസൻറ്റേഷനകത്ത് പങ്കെടുപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ നാടകരംഗത്തെ അഗ്രഗണ്യരായ രാമാനുജൻ സാറിനെ പോലുള്ള ആൾക്കാർ എനിക്ക് അതുപോലെ കാവാലം നാരായണ പണിക്കർ സാറൊക്കെ തുടക്കം മുതലൊടുക്കം വരെ ആ കരിക്കുലത്തിൻ്റെ ശില്പശാലകളിൽ പങ്കെടുക്കാനും നാടകമായി ബന്ധപ്പെട്ട് പാഠഭാഗങ്ങളിൽ ചേർത്തിട്ടുള്ള പല കാര്യങ്ങളിലും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കാവാല സാറൊക്കെ തന്നിട്ടുണ്ട്. പല പ്രാവശ്യം വീട്ടിൽ വിളിച്ചു. അതുപോലെ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട MV ദേവൻ സാറ്, പിന്നെ കാനായി കുഞ്ഞിരാമൻ സാറ്, എങ്ങനെയൊക്കെ ഉള്ളവരുടെ പിന്നെ കാർട്ടൂൺസ് മരിച്ചുപോയ സുകുമാർ സാറ്, ഇവരെല്ലാം നിരന്തരം ഇതിൻ്റെ ശില്പശാലകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ നൃത്തരംഗത്തെ ആൾക്കാർ എല്ലാവരും അതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ NCERT അല്ലേ, NCERT എന്നല്ലേ അത് പറയുന്നത്? അതെ, ആ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് NCERT എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് സർക്കാർ തരത്തിലുള്ള നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അതിന് സമാനമായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും SCERT എന്ന് പറഞ്ഞ് രൂപീകരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ SCERTയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഇരിക്കാൻ പറ്റി എനിക്ക്, കലാവിദ്യാഭ്യാസത്തിൻ്റെ റിസർച്ച് ഓഫീസറായിട്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, എനിക്ക് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു ജോലിയായിരുന്നു. കാരണം അതിൻ്റെ റിസർച്ച്, എൻ്റെ ഗവേഷണ വിഷയം തന്നെ റിലവൻസ് ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കൂൾസ് ഓഫ് കേരള എന്നായിരുന്നു. കേരളത്തിലെ സ്കൂളുകളിലെ സംഗീത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെ സ്കൂളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, ഓരോ സ്കൂളുകളിലും സംഗീത അധ്യാപകർ ചെയ്യുന്നത് എന്താണ്, ഓരോ സ്കൂളിലും കലാ അധ്യാപകരെന്ന് പറയുന്ന വിഭാഗം, ഡ്രോയിങ് അധ്യാപകർ, സീയിങ് അധ്യാപകർ, മറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ, അവർക്കൊന്നും കൃത്യമായിട്ടൊരു കരിക്കുലം, ഒരു പാഠ്യപദ്ധതി ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ജോലിക്ക് കയറുന്ന സമയത്തും. അപ്പോൾ അതെനിക്ക് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സർക്കാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് ആദ്യം എനിക്ക് PSC ജോലി കിട്ടുന്നത്. അപ്പോൾ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. ഔദ്യോഗികം ഞാൻ താൽക്കാലികമായിട്ട് ആകാശവാണി വർക്ക് ചെയ്തിരുന്നു, തിരുവനന്തപുരത്തും ഡൽഹിയിലും. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തും ആകാശവാണിയിലും ഡൽഹി ആകാശവാണിയിലും വർക്ക് ചെയ്തിരുന്നു. എങ്കിലും എനിക്ക് പെർമനൻ്റായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ജോലി കിട്ടുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ സംഗീത അധ്യാപകനായിട്ട് വരുന്ന സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ഒരു ക്ലാസ്സിൽ പോകുമ്പം എന്ത് പഠിപ്പിക്കണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. അതായത് സ്പെഷ്യൽ ടീച്ചേഴ്സിന് ഒരു പരിശീലനം കിട്ടുന്നില്ലായിരുന്നു സർവീസിൽ കയറുന്നതിന് മുമ്പ്. അപ്പോൾ ബാക്കി എല്ലാ വിഭാഗത്തിനും അന്ന് TTC ആയാലും B.Ed ആയാലും M.Ed ആയാലും ഇങ്ങനെ ഒരു സർവീസ് കയറുന്നതിന് മുമ്പ് അവർക്ക് കുട്ടികളുടെ സൈക്കോളജി, ടീച്ചിങ് മെത്തഡോളജി, ഇതിനകത്തൊക്കെ ക്ലാസ് കിട്ടിയിട്ട് ഒരു പരിചയത്തോടുകൂടിയാണ്. പക്ഷേ സ്പെഷ്യൽ ടീച്ചേഴ്സ് നേരെ പോകുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ, അപ്പം ചിത്രകലാ അധ്യാപകരാണെങ്കിൽ
ഒരു ബോർഡിൽ മീൻ വരച്ചിടുന്നു, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ പടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സ്യത്തിൻ്റെ പടം വരയ്ക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു പടം വരച്ചിട്ടിട്ട് അവർ സർവീസ് ജീവിതം കഴിച്ചു.